നടുവിന് നല്ല പെയിനാണ്. പെയിൻ കൂടുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡോ ഇറിറ്റേറ്റഡോ എൻ്റെ ചുറ്റുള്ളവരുടെ സന്തോഷത്തെ കൂടി ബാധിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ കൊളീഗിൻ്റെ അപ്പ ഡോക്ടർ അശ്വിൻ ശങ്കർ IREC ബാക്ക് പെയിൻ ക്ലിനിക്കിനെ പറ്റി എന്നോട് പറയുന്നത്. നടുവേദനയുമായി സ്ഥിരമായി വരുന്നത് പ്രധാനമായും IT പ്രൊഫഷണൽസ്, പിന്നെ വീട്ടമ്മമാർ. കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക, അതുപോലെ അലക്ഷ്യമായി ഭാരം കൈകാര്യം ചെയ്യുക, ഇതെല്ലാം തന്നെ ഈ കാറ്റഗറിയിലുള്ള എല്ലാവർക്കും നടുവേദനയ്ക്ക് കാരണമായി മാറുന്നുണ്ട്. നടുവേദന ഇപ്പം എൻ്റെ ചിന്തയിൽ പോലും ഇല്ല. സത്യത്തിൽ എൻ്റെ സന്തോഷം കൂടിയാണ് ഇവർ തിരിച്ചു തന്നത്. സംഗീത ഐക്യത്തിന്റെ 100 മേനിൽ ഫ്രൈഡേ ഹാർമണി 100 ആഴ്ച പിന്നിട്ടു. മെഹബൂബ് മെമ്മോറിയൽ ഓർക്കസ്ട്രയുടെ നേതൃത്വത്തിൽ ഫ്രൈഡേ ഹാർമണി അറ്റ് 100 സംഘടിപ്പിച്ചു. KJ മാക്സി MLA ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പലപ്പോഴും അവരുടെ പ്രവർത്തനങ്ങളെ പറ്റി ഇവിടെ സൂചിപ്പിച്ചു. ഇതേപോലത്തെ വേദിയിൽ ഇത് 100ാമത്തെ എപ്പിസോഡാണ് നടക്കുന്നത്. ഇതിൽ വിപുലമായിട്ടുള്ള ഒരു വേദിയാണിത്. സാധാരണ നമ്മുടെ ഓർക്കസ്ട്രയുടെ മുകളിലുള്ള സ്ഥലമായി കഴിയുമ്പോൾ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ഇരിക്കാൻ കഴിയുള്ളൂ. 100ാമത്തെ എപ്പിസോഡാണ് ഈ ഒരു ഹോളൊക്കെ എടുത്ത് നല്ല AC ഹോളൊക്കെ എടുത്ത് ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം ഇവരുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകൾ സൂചിപ്പിച്ചു. ജനറൽ ആശുപത്രിയിൽ വൈകുന്നേര സമയങ്ങളിൽ ഒരു സംഗീത വിരുന്ന് കൊടുക്കാന്ന് പറയുമ്പോൾ അവിടെ വരുന്ന സെക്രട്ടറി KA ഹുസൈൻ അധ്യക്ഷനായി. പാടാൻ കഴിവുണ്ടായിട്ടും ആഗ്രഹം നിറവേറ്റാൻ കഴിയാത്തവർക്കായി രൂപീകരിച്ച സംഗീത കൂട്ടായ്മയായ ഫ്രൈഡേ ഹാർമണിയുടെ 100ാമത്തെ ആഴ്ച സംഗീത പ്രേമികൾക്ക് വേറിട്ട അനുഭവം തന്നെ പകർന്നു. 2023 ഓഗസ്റ്റ് മുതൽ MM ഓർക്കസ്ട്രയുടെ തട്ടിൻപുറത്ത് എല്ലാ വെള്ളിയാഴ്ചകളിലും സായാഹ്നങ്ങളിൽ ഈ കൂട്ടായ്മയിലുള്ളവർ പാടത്തുടങ്ങി. H മെഹബൂബ്, മുഹമ്മദ് റാഫി, കിഷോർ കുമാർ, മുകേഷ് തുടങ്ങിയവരുടെ ഗാനങ്ങളാണ് സംഗീത രാവിൽ ഉൾപ്പെടുത്തിയത്. ये मेरे പ്രേം പത്ര പട്കർ, പൽപൽ ദിൽ, ജിസ് ദിൽ മേ ബസാദെ തുടങ്ങി 28 ഗാനങ്ങളാണ് ആലപിക്കപ്പെട്ടത്. കൂട്ടായ്മയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗായിക ഹന്നത് ബായിയുടെ നയാ പൈസയില എന്ന ഗാനം വേദിയെ പുളകമണിയിച്ചു. ഇതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല എന്ന് ഓർക്കസ്ട്ര എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇങ്ങനെ ഒരു പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചത് നമ്മുടെ കൂട്ടത്തിലുള്ള കുറേ കലാകാരന്മാരുണ്ട്. അതായത് അവർ പബ്ലിക് വേദികളിലേക്കൊന്നും പോകാത്ത കുറേ കലാകാരന്മാർ. അപ്പോൾ അവരുടെ ഒരു ആഗ്രഹമായിരുന്നു നമുക്ക് ഇങ്ങനെ ഒന്ന് തുടങ്ങിയാൽ എന്താണ് എന്നുള്ളത്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.